ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ ഇന്ത്യക്ക് സന്തോഷത്തിന്റെ നിമിഷമാണ്. സംഭവം ജോ ബൈഡൻ ഒഴിയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിൽ വരുന്നത് കൊണ്ടോ അല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത്. അതായത് ജോ ബൈഡൻ ഒഴിയുന്നതിന് മുമ്പ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തു തന്ന അല്ലെങ്കിൽ നമ്മൾ നയതന്ത്രത്തിലൂടെ പിടിച്ചു വാങ്ങിയ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. ഒന്ന്, പൊഖ്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അമേരിക്ക നമുക്ക് ആണവ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ആണവ ഉപരോധമാണ് ഇന്ത്യ നയതന്ത്രത്തിലൂടെ നീക്കിയെടുത്തത്. ഇനി ഇന്ത്യയെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുകയല്ലാതെ അമേരിക്കയ്ക്ക് വേറെ നിവർത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് അത്. രണ്ടാമത്തെ കാര്യം, AI ചിപ്പുകൾ ഉപയോഗിച്ച് അണുപരീക്ഷണം നടത്താനുള്ള അമേരിക്കയുടെ ഒരു വമ്പൻ താല്പര്യമാണ് ഇന്ത്യയുമായിട്ട് അമേരിക്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്തു തരാം എന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ആണവ കമ്പനികൾക്കെതിരായിട്ടുള്ള ഉപരോധം അത് പിൻവലിച്ചതായി നേരത്തെ തന്നെ മാധ്യമ റിപ്പോർട്ടുകൾ വന്നായിരുന്നു. ഇതിൽ ബാബ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ, ഇന്ദിരാഗാന്ധി ന്യൂക്ലിയർ റിസർച്ച് സെന്റർ, ഇന്ത്യൻ റെയിൽ എർത്ത് ലിമിറ്റഡ് എന്നിവയെ നിരോധിത കമ്പനികളുടെ പട്ടികയിൽ നിന്ന് മാറ്റുക മാത്രമല്ല ചെയ്തത്, പാകിസ്ഥാന്റെ പല കമ്പനികൾക്കും ഇതേ ഉപരോധം അമേരിക്ക കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, AI ചിപ്പ് ആക്സസ് ചെയ്യാനുള്ള ഒരു അനുമതിയാണ് അമേരിക്കയും ഇന്ത്യയുമായി ചേർന്ന് നിന്ന് നൂതനമായിട്ടുള്ള AI ചിപ്പുകൾ ഉപയോഗിച്ച് ബിസിനസ്സുകളും ആണവ പരീക്ഷണങ്ങളും മറ്റും നടത്താനുള്ള സംയുക്തമായിട്ടുള്ള നീക്കത്തിനാണ് അമേരിക്ക ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. AI ചിപ്പുകളിൽ നിന്ന് യാതൊരു തടസ്സവും കൂടാതെ പ്രയോജനം നേടാൻ അമേരിക്ക ഇന്ത്യയെ ഇപ്പോൾ പ്രേരിപ്പിക്കുകയാണ്. പോരാത്തതിന് ഈ നീക്കത്തോടെ AI ചിപ്പുകളുടെ സൗകര്യം ലഭിക്കുന്ന 18 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടും എന്നുള്ളതാണ് അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം ചൈനയിൽ ഇതിന് അമേരിക്ക ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളോട് ചൈനയുമായി ഇതിന് സഹകരിക്കരുത് എന്നാണ് അമേരിക്ക പറഞ്ഞത്. ചൈനയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇന്ത്യൻ ആണവ കമ്പനികൾക്ക് മേൽ ഏർപ്പെടുത്തിയ വർഷങ്ങൾ പഴക്കമുള്ള ഉപരോധം പിൻവലിക്കുന്നതിന് മുമ്പ് 11 ചൈനീസ് ആണവ കമ്പനികളെയാണ് അമേരിക്ക വിലക്കിയിരിക്കുന്നത്. കരിമ്പട്ടികയിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അർദ്ധചാലകത്തിലേക്കും AI സാങ്കേതികവിദ്യയിലേക്കുമുള്ള ചൈനയുടെ പ്രവേശനം അത് തടയാൻ അല്ലെങ്കിൽ അത് പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത് ചെയ്തത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ചൈനയ്ക്കെതിരെയുള്ള ഈ ഉപരോധം ഇന്ത്യക്ക് ഒരു വലിയ അവസരമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ NSA അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനമുണ്ടായത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും വികസിപ്പിക്കാനും ഇത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജോ ബൈഡന്റെ ഈ ശ്രമത്തോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധമാണ് കൂടുതൽ അടുക്കുന്നത്. കൂടാതെ ജനുവരി 20 മുതൽ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി ഈ ബന്ധം വേറൊരു തലത്തിലേക്ക് ഉയരും എന്നും കണക്കാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.